അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ അതാ മക്കളെയൊക്കെ ഉറക്കാൻ വേണ്ടിയിട്ട് കിടത്തിയിട്ടുണ്ട് കേട്ടോ. മോള് ആദ്യം തന്നെ ഉറങ്ങിയിട്ടു. അവള് കുറച്ച് സമയം ഉറങ്ങുള്ളൂ, എന്നാലും പെട്ടെന്ന് ഉറങ്ങുകയും ചെയ്യും, പെട്ടെന്ന് എഴുന്നേൽക്കുകയും ചെയ്യും കേട്ടോ. അവളങ്ങനെ കേട്ടോ. പിന്നെ മക്കളെന്ന് പറഞ്ഞാൽ സാനും തീരെ ഉറങ്ങൂല. പിന്നെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പിടിച്ച് കിടത്തിയാലേ കുറച്ച് സമയത്തിൽ ഉറങ്ങുള്ളൂ. അപ്പോൾ അവരെ രണ്ടാളെയും ഉറക്കാൻ വേണ്ടിയിട്ട് കിടത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്താ ഈ അവസ്ഥ എന്ന് ചെന്ന് നോക്കട്ടെ. ചിലപ്പോൾ ഉറങ്ങിയിട്ടുണ്ടാവും, ചിലപ്പോൾ രണ്ടാളും കൂടെ നല്ല കളിയായിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ചെന്ന് നോക്കാം. അപ്പോൾ ഇതാ രണ്ടാളെയും ഉറങ്ങാൻ വേണ്ടിയിട്ട് കിടത്തിയതാ കേട്ടോ. സാനുക്കുട്ടി ഉറങ്ങിയ മാതിരി അഭിനയിച്ച് കിടക്കണമൊക്കെ ഉണ്ട്, ഉറങ്ങിയിട്ടൊന്നുമില്ല കേട്ടോ. സിനുക്കുട്ടി ഇതാ രണ്ടാളും ഉറങ്ങിയിട്ടില്ല. അപ്പോൾ ഉറങ്ങാൻ കുറച്ച് മടിയുള്ള ആൾക്കാരാട്ടോ. രാത്രി ആയാലും അതെ, 12 മണിയാണ് ഞങ്ങളുടെ സമയം ഉറങ്ങാൻ. രാവിലെ എണീക്കാനും അങ്ങനെയാണ്, ഒരുപാട് ലേറ്റായിട്ടാണ് എഴുന്നേൽക്കുക. പക്ഷേ സ്കൂളുള്ള ദിവസമാണെന്നുണ്ടെങ്കിൽ പിന്നെ പിടിച്ചെഴുന്നേൽപ്പിക്കും കേട്ടോ. അപ്പോൾ അതാ ഉറക്കാൻ കിടത്തിയ അവസ്ഥയായിട്ട് ഇപ്പോൾ ഇത്. ഇവരും കൂടി ഉറങ്ങിയിട്ടുണ്ടെങ്കിലേ ഉള്ളൂ കേട്ടോ എൻ്റെ പണികളൊക്കെ ഒരുങ്ങുള്ളൂ. വേറൊന്നുമല്ല, ഇവരിങ്ങനെ തിരക്ക് കൂട്ടിക്കഴിഞ്ഞാൽ മോള് ഉറങ്ങൂല. ഇവർ കളിക്കണ സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ അവൾ പെട്ടെന്ന് എഴുന്നേൽക്കും. അപ്പോൾ ഞാൻ മൂന്നാളെയും പാടെ ഉറക്കാൻ വിചാരിച്ചിട്ടാട്ടോ നിന്നത്. പക്ഷേ അവർ രണ്ടാളും ഉറങ്ങണ ലക്ഷണം ഒന്നും കാണുന്നില്ല. അവർക്ക് പ്രോപ്പറായിട്ടുള്ള ഉറക്കമില്ല, അതന്നെ കുട്ടികൾക്ക് പ്രശ്നമാണ്. ഈ പകൽ ഭക്ഷണം കഴിച്ചിട്ട് ഉച്ചക്ക് കുറച്ച് സമയം ഉറങ്ങുകയാണെങ്കിൽ അതൊക്കെ കുട്ടികൾക്ക് നല്ലതാട്ടോ. പക്ഷെ അവർ ഉറങ്ങൂല. മോളും ഇപ്പം അങ്ങനെ ആയിക്കണു. അവൾ ആദ്യമൊക്കെ ഒരുപാട് സമയം ഉറങ്ങിയിരുന്നു, 2-3 മണിക്കൂറൊക്കെ ഉറങ്ങും. പക്ഷെ ഇപ്പം തീരെ ഉറക്കം കുറവാട്ടോ. അപ്പം എന്തായാലും ഒന്ന് ആടർച്ചയെ കുറച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെന്തായാലും ഒന്ന് വരട്ടി വെക്കാൻ വിചാരിച്ചിട്ടു. രാത്രിക്കൊക്കെ കേട്ടോ വെക്കണത്, ഇപ്പോഴൊക്കെയല്ല, രാത്രിക്കൊക്കെ റെഡിയാക്കാൻ വിചാരിച്ചിട്ടാട്ടോ. ഇതുമ്മക്ക് നിന്നാൽ പിന്നെ അവർ ഇടയിൽ കരയും കുറുമ്പാട്ടും ചെയ്താൽ പിന്നെ അതിന് പോവും, അങ്ങനെ വൈകും. അപ്പോൾ അവരെ ഉറക്കിയിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ പണികളൊക്കെ വേഗം എടുക്കാൻ വിചാരിച്ചിട്ടാട്ടോ. പക്ഷെ മക്കൾ ഉറങ്ങണതൊന്നും കാണാനില്ല. അവരുറങ്ങിയില്ലെങ്കിൽ മോളും കുറേ സമയം ഉറങ്ങൂല. അവൾ തിരക്ക് കേട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് എഴുന്നേൽക്കും. അങ്ങനെയൊക്കെയാണ്. അപ്പം ഞാൻ ഇറച്ചി വെക്കാൻ വേണ്ടിയിട്ട് ഉള്ളിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ കൂടുതലായിട്ടും ബീഫായാലും ചിക്കനായാലും വെക്കുമ്പോൾ ഞാൻ കൂടുതലും ചെറിയ ഉള്ളിയാട്ടോ ഉപയോഗിക്കാറ്. ചെറിയ ഉള്ളിയാണല്ലോ ഒന്നുകൂടി ടേസ്റ്റ് കിട്ടുക. ചിലർ പറയും വലിയ ഉള്ളിയും ചെറിയ ഉള്ളിയൊക്കെ ഒരേ ടേസ്റ്റ് തന്നെയാണ് എന്ന്. പക്ഷെ ഞാൻ ചെറിയ ഉള്ളി കൂടുതൽ എടുക്കും, വലിയ ഉള്ളി ഒരു പൊട്ടൊക്കെ ഇട്ട് എടുക്കാറുള്ളൂ. അങ്ങനെ അതൊക്കെ വേഗം റെഡിയാക്കി വെക്കാൻ വിചാരിച്ചു. മോള് എഴുന്നേറ്റാൽ പിന്നെ എൻ്റെ പരിപാടികളൊന്നും നടക്കില്ല. അവളെന്തായാലും കുറച്ച് സമയം ഉറങ്ങിയിരിക്കണം. അപ്പോൾ എപ്പോഴാണ് എഴുന്നേൽക്കാനൊന്നും പറയാൻ പറ്റില്ല. ചെറിയൊരു സൗണ്ട് കേട്ടാൽ പോലും എഴുന്നേൽക്കും. അപ്പത്തിന് അവൾ എഴുന്നേൽക്കലും കഴിഞ്ഞു. എന്തിനപ്പം തന്നെ എഴുന്നേൽക്കും? പിന്നെ സാനും സീനും മോളും കൂടെ കളിക്കാൻ തുടങ്ങിയിട്ടോ. അവർക്ക് പിന്നെ ഇവളെ ഉറങ്ങണ ഇഷ്ടമല്ല കേട്ടോ. ഇവളെ ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് കളിപ്പിക്കാൻ ആരും ഇല്ലല്ലോ. അപ്പോൾ പിന്നെ എങ്ങനെയും തിരക്കൂട്ടിയിട്ട് അവളെ എഴുന്നേൽപ്പിക്കണം. അതാട്ടോ അവരുടെ രണ്ടാളുടെയും ഒരു രീതി. എപ്പോൾ ഉറങ്ങിക്കഴിഞ്ഞാലും തൊട്ടിയൊന്ന് ഇളകിയാൽ മതി, അപ്പം എന്നോട് വന്ന് പറയും, ഉമ്മ കുട്ടി നീച്ചിക്കണു, വേഗം വന്ന് എടുക്കുക എന്ന് പറയും. അപ്പോൾ ഓൾക്ക് കളിക്കാനൊരാൾ വേണം, അതിനാണ്. അവളാണെങ്കിലോ കാക്കുമാരുണ്ടെങ്കിൽ പിന്നെ പ്രത്യേകിച്ച് കുറുമ്പും കാര്യമൊന്നും ഇല്ലാതെ അങ്ങനെ ഇരുന്നോളൂ കേട്ടോ. അപ്പോൾ ഇതാ വാതിൽ തുറന്ന് കണ്ടപ്പോൾ അതാണ് പ്രശ്നം. വാതിൽ തുറന്നാൽ ഓള് ഫ്രണ്ടിൽ പോയിരിക്കും, എന്നിട്ട് അവിടെ ഇങ്ങനെ പോയിരിക്കും രണ്ടാളും. അപ്പം എന്തായാലും ചായ കുടിക്കട്ടെ. ചായ കൂടി കഴിഞ്ഞപ്പോൾ പിന്നെ ബാക്കി പരിപാടികളൊക്കെ കേട്ടോ. അപ്പോൾ നമ്മൾ ചായ കുടിക്കട്ടെ കേട്ടോ. ഞങ്ങൾ ചായ കുടിക്കാം കേട്ടോ. ചായ കുടിക്കാന്ന് പറ, ഓൾക്ക് നോക്കി പോകണം.
ബിസ്ക്കറ്റ് കൊടുക്കാറൊന്നുമില്ല കേട്ടോ. പക്ഷെ ഞങ്ങൾ ചായ കുടിക്കാൻ സമ്മതിക്കണമെന്നുണ്ടെങ്കിൽ അവൾക്ക് എന്തെങ്കിലും ഒന്ന് കയ്യിൽ കൊടുക്കണം. അല്ലെങ്കിൽ ഞങ്ങൾ ചായ കുടി ഇപ്പം നടക്കൂല. അപ്പം അതിന് വേണ്ടിയിട്ട് കൊടുത്തതാട്ടോ. ചൂടുണ്ട്. സാനുക്കുട്ടി അവൻ തന്നെ ചായയിൽ ഒപ്പിയിട്ട് കഴിക്കട്ടോ. ഇവനിക്ക് പിന്നെ ഞാൻ ഒപ്പിയിട്ട് ചായയിൽ വെച്ച് കൊടുക്കലാട്ടോ. എനിക്ക് ഇവൻ്റെ അത്ര തന്നെ ഒപ്പാൻ കഴിയൂല. അപ്പം എന്തായാലും ഞങ്ങൾ ചായ കുടിക്കട്ടെ. അപ്പോൾ പുറത്ത് മഴ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ചാറി വരുന്നുണ്ട് കേട്ടോ. ചെറിയ രീതിക്ക് ഇങ്ങനെ ചാറുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഇപ്പോൾ എന്തായാലും മഴ രാവിലെ അല്ലെങ്കിൽ 4 മണിക്ക്, അതും അല്ലെങ്കിൽ പിന്നെ രാത്രി, അങ്ങനെയൊക്കെയുള്ള മഴ. അല്ലാതെ ഫസ്റ്റത്തെ പോലെ എല്ലാ സമയങ്ങളിലും മഴ നിന്ന് പെയ്യണില്ലല്ലോ. പക്ഷെ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ വിശ്വസിച്ച് ഡ്രസ്സുകളൊന്നും ഉണക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇടാനും പറ്റൂല. എപ്പോഴാണ് പെയ്യാന്ന് പറയാൻ പറ്റൂലല്ലോ. അപ്പം എന്തായാലും മഴയൊക്കെ കണ്ട് ഞങ്ങൾ ചായയൊക്കെ കുടിക്കാം കേട്ടോ. പുറത്ത് നല്ല മഴയും ഇവിടെ ചായ കുടി, നല്ല വൈബല്ലേ. അപ്പോൾ എന്തായാലും എൻ്റെ ആട് വരട്ടിയതൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യണേ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്, അസ്സലാമു അലൈക്കും.